കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT സോഷ്യൽ സയൻസ് ഭാഗത്ത് 5-6 ക്ലാസ്സിലെ പാഠഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലാസ് എടുത്ത് തീർത്തു. നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ വീഡിയോസ് കണ്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 7ാം ക്ലാസ്സിലെ ഓരോ പാഠഭാഗങ്ങളായിട്ട് തുടങ്ങാം. SCERT സോഷ്യൽ സയൻസ് 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളുടെ പാഠപുസ്തകവും അതുപോലെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എല്ലാം റെഫർ ചെയ്തിട്ടാണ് നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം 1 മധ്യകാല ഇന്ത്യ. ഇന്ത്യയുടെ മധ്യകാലത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇന്ത്യൻ കാലഘട്ടത്തെ 3ആയിട്ട് തിരിക്കാം: പുരാതന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ. പുരാതന ഇന്ത്യയിൽ വരുന്നത് ഹാരപ്പൻ സംസ്കാരങ്ങൾ, ഇരുമ്പ് യുഗം, വെങ്കല യുഗം, സിന്ധു നദീതട സംസ്കാരം എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം ഒക്കെ വരുന്നത് എവിടെയാണ്? പുരാതന ഇന്ത്യയിലാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോട് കൂടിയിട്ടാണ് മധ്യകാല ഇന്ത്യ തുടങ്ങുന്നത്. മധ്യകാല ഇന്ത്യയിൽ ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും അതുപോലെ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുമാണ്. മധ്യകാല ഇന്ത്യയിൽ വരുന്നത് മുഗൾ ഭരണം, അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യവുമാണ് വരുന്നത്. 1857 മധ്യകാല ഇന്ത്യ അവസാനിക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് ആധുനിക ഇന്ത്യ. ആധുനിക ഇന്ത്യയിൽ സ്വതന്ത്ര സമരങ്ങളും എല്ലാം വരുന്നുണ്ട്. മധ്യകാല ഇന്ത്യക്ക് ശേഷം വരുന്ന ഇതുവരെയുള്ള കാലഘട്ടത്തെയാണ് ആധുനിക ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്ന എന്താണ്? മധ്യകാല ഇന്ത്യയാണ്. മുഗൾ ഭരണം, അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യവും പഠിക്കാം. അപ്പോൾ ആദ്യം മുഗൾ ഭരണമാണ് പാഠഭാഗത്തിൽ വരുന്നത്. ചെങ്കോട്ടയുടെ ഒരു ഫിഗർ കൊടുത്തിട്ടാണ് പാഠഭാഗം തുടങ്ങുന്നത്. ചെങ്കോട്ട എന്ന് പറയുന്നത് മുഗൾ ഭരണകാലത്തുണ്ടായിരുന്ന പ്രധാന നിർമ്മിതിയാണ് ചെങ്കോട്ട. 1688 ഷാജഹാൻ, മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാനാണ് ചെങ്കോട്ട നിർമ്മിക്കുന്നത്. യമുന നദീതീരത്താണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചെങ്കോട്ടയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ഗില ഇ മുബാറക് എന്നാണ്. ലാൽ ഗില എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഇന്തോ പേർഷ്യൻ നിർമ്മാണ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെങ്കോട്ട ഒരു ഇന്തോ പേർഷ്യൻ നിർമ്മാണ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ചെങ്കോട്ട. അപ്പോൾ ചെങ്കോട്ട 1648 മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാനാണ് നിർമ്മിക്കുന്നത്. യമുന നദീതീരത്താണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചെങ്കോട്ടയുടെ യഥാർത്ഥ പേര് എന്നറിയുന്നത് ഗില ഇ മുബാറക് എന്നാണ്. ലാൽ ഗില എന്നും അറിയപ്പെടുന്നത് ചെങ്കോട്ടയാണ്. ചെങ്കോട്ടയുടെ നിർമ്മാണ രീതി ഇന്തോ പേർഷ്യൻ നിർമ്മാണ രീതിയാണ്. മുഗൾ ഭരണത്തിലുണ്ടായിരുന്ന പ്രധാന നിർമ്മിതികളെല്ലാം ഈ ഒരു നിർമ്മാണ രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ് ചെങ്കോട്ട. മുഗൾ ഭരണകാലത്തുണ്ടായിരുന്ന മറ്റൊരു നിർമ്മിതിയാണ് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി നിർമ്മിക്കുന്നത് അക്ബറാണ്. അക്ബർ പണികഴിപ്പിച്ചിട്ടുള്ളതാണ് ഫത്തേപൂർ സിക്രി. അക്ബറിൻ്റെ കാലത്ത് മുഗൾ ഭരണത്തിൻ്റെ തലസ്ഥാനം വരുന്നത് ഫത്തേപൂർ സിക്രിയിലായിരുന്നു. വിജയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത്. മുഗളന്മാരുടെ ആദ്യത്തെ ആസൂത്രിത നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഫത്തേപൂർ സിക്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രേക്ഷകരുടെ ഹാൾ എന്നറിയപ്പെടുന്ന ഒരു ഹാളാണ് ദിവാൻ ഇ ഖാസ്. അപ്പോൾ ഫത്തേപൂർ സിക്രി അക്ബറാണ് പണി കഴിപ്പിക്കുന്നത്. അക്ബറിൻ്റെ കാലത്ത് മുഗൾ ഭരണത്തിൻ്റെ തലസ്ഥാനം ഫത്തേപൂർ സിക്രി ആയിരുന്നു. വിജയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഗളന്മാരുടെ ആദ്യ ആസൂത്രിത നഗരമായിരുന്നു ഫത്തേപൂർ സിക്രി. ഇതിവിടെ സ്ഥിതി ചെയ്യുന്ന പ്രേക്ഷകരുടെ ഹാളാണ് ദിവാൻ ഇ ഖാസ്. അടുത്തത് താജ്മഹൽ. ഷാജഹാന്, മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന് ഭാര്യ മുംതാസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് താജ്മഹൽ. ഉത്തർപ്രദേശിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. താജ്മഹലിനെ കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ്: ഈ ഒരു തുള്ളി കണ്ണുനീർ താജ്മഹൽ കാലത്തിൻ്റെ കവിളിൽ എന്നേക്കുമായി കളങ്കമില്ലാതെ തിളങ്ങട്ടെ. അപ്പോൾ താജ്മഹൽ ചെങ്കോട്ട നിർമ്മിച്ചതും ഷാജഹാനാണ്. ഷാജഹാൻ തന്നെയാണ് ഭാര്യ മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹൽ നിർമ്മിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു തുള്ളി കണ്ണുനീർ താജ്മഹൽ കാലത്തിൻ്റെ കവിളിൽ എന്നേക്കുമായി കളങ്കമില്ലാതെ തിളങ്ങട്ടെ. രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വരികളാണ്. ദെൻ ആഗ്ര കോട്ട. ആഗ്ര കോട്ട പണി കഴിപ്പിക്കുന്നത് അക്ബറാണ്. AD 1565 ഇത് പണി കഴിപ്പിക്കുന്നത്. യമുന നദീതീരത്താണ് ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആഗ്ര കോട്ടയുടെ പ്രത്യേകതയാണ് കോട്ടയുടെ ആകൃതി ചന്ദ്രകലാ രൂപത്തിലാണ്.
അപ്പോൾ ആഗ്ര കോട്ട AD 1565 അക്ബർ പണി കഴിപ്പിച്ചു. യമുന നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആഗ്ര കോട്ടയുടെ ആകൃതി ചന്ദ്രകല രൂപമാണ്. മുഗൾ ഭരണം. അപ്പോൾ മുഗൾ ഭരണത്തിൽ വന്നിട്ടുള്ള നിർമ്മാണങ്ങളാണ്, പ്രധാന നിർമ്മാണങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ദെൻ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. 1526 ഗുപ്ത സാമ്രാജ്യം തകർന്ന് മുഗൾ ഭരണം ബാബർ സ്ഥാപിക്കുന്നു. അത് പിന്നീട് ഒരുപാട് മുഗൾ ചക്രവർത്തിമാർ വന്നു. 1857 വരെ ഇന്ത്യയിൽ മുഗൾ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. 1857 പ്രത്യേകത നമുക്കറിയാം. ഒന്നാം സ്വതന്ത്ര സമരം നടക്കുകയാണ്. ഈ ഒരു സമയത്താണ് മുഗൾ സാമ്രാജ്യം തകരുന്നത്. അപ്പോൾ 1526 മുതൽ 1857 വരെ 400 വർഷത്തോളം മുഗൾ ഭരണമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഡയഗ്രാമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഗൾ ഭരണ ചക്രവർത്തിമാർ ആരാണെന്ന് അറിയണം. അതുപോലെ ഇവരുടെ ഓർഡറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഭരണാധികാരി ബാബറായിരുന്നു. ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്. 1526 മുതൽ 1530 വരെയാണ് ഇദ്ദേഹം ഭരിക്കുന്നത്. 4 വർഷം ബാബർ 1526 മുതൽ 1530 വരെ ഭരിച്ചു. അതിനുശേഷം വന്ന ആളാണ് ഹുമയൂൺ. ഹുമയൂൺ 1530 മുതൽ 1540 വരെയാണ് ഭരിക്കുന്നത്. 1540 മുഗൾ ഭരണത്തിലേക്ക് സൂരി വംശത്തിലെ ഷേർഷാ സൂരി അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. ഈ 15 വർഷത്തോളം ഈ ഷേർഷാ സൂരിയാണ് പിന്നെ ഭരിക്കുന്നത്. വീണ്ടും ഹുമയൂൺ 1555 ഭരണം തിരിച്ചെടുക്കുകയും 1555 മുതൽ 1556 വരെ ഹുമയൂൺ ഭരിക്കുന്നു. ശേഷം വരുന്ന ആളാണ് അക്ബർ. 1556 മുതൽ 1605 വരെ അക്ബറിൻ്റെ ഭരണമാണ്. ശേഷം 1605 മുതൽ 1627 വരെ ജഹാംഗീർ. 1628 മുതൽ 1658 വരെ 30 വർഷത്തോളം ഷാജഹാൻ ഭരിക്കുന്നു. 1658 മുതൽ 1707 വരെ ഔറംഗസേബാണ് ഭരിക്കുന്നത്. ശേഷം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചക്രവർത്തിമാരെയാണ് ഇവിടെ പറയുന്നത്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ബാബറിൻ്റെ കാലഘട്ടം 1483 ജനനം, 1530 മരിക്കുന്നത്. ബാബറിൻ്റെ പൂർണ്ണനാമം സഹീറുദ്ദീൻ മുഹമ്മദ് എന്നായിരുന്നു. ഈ ഓരോ ചക്രവർത്തിമാരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നില്ല. ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. പഠിച്ചു വെക്കണം. അപ്പോൾ ബാബറിനത് 1483 മുതൽ 1530 വരെയാണ്. പൂർണ്ണനാമം സഹീറുദ്ദീൻ മുഹമ്മദാണ്. ബാബറിൻ്റെ പിതാവ് മാതാവിൻ്റെയും ബാബറിൻ്റെ പിൻഗാമികളായിട്ട് വരുന്നത് പിതാവിൻ്റെ ഭാഗത്തു നിന്ന് തുർക്കി ഭരണാധികാരി തിമൂറിൻ്റെ പിൻഗാമിയായിരുന്നു പിതാവ്. മാതാവ് എന്ന് പറയുന്നത് മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെ പിൻഗാമിയായിരുന്നു. അപ്പോൾ ഭരണാധികാരികളുടെ തലമുറയിൽപ്പെട്ട ആളാണ് ബാബർ എന്ന് പറയുന്നത്. ബാബർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സിംഹം എന്നാണ്. യഥാർത്ഥ നാമം സഹീറുദ്ദീൻ മുഹമ്മദാണ്. ബാബർ എന്നത് അറിയപ്പെടുന്ന പേരാണ്. അപ്പോൾ ബാബറിൻ്റെ അർത്ഥം എന്താണ്? സിംഹം എന്നാണ്. ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസുക്കി ബാബറി. അപ്പോൾ ബാബർ 1483 മുതൽ 1530 വരെ. പൂർണ്ണനാമം സഹീറുദ്ദീൻ മുഹമ്മദാണ്. പിതാവ് തുർക്കി ഭരണാധികാരി തിമൂറിൻ്റെ പിൻഗാമിയായിരുന്നു. ഇത് ടെക്സ്റ്റിൽ വരുന്നുണ്ട് ഈ പോയിന്റ്. അതുപോലെ മാതാവ് എന്ന് പറയുന്നത് മംഗോൾ രാജാവ് ചെങ്കിസ് ഖാൻ്റെ പിൻഗാമിയായിരുന്നു. ബാബർ എന്നതിൻ്റെ അർത്ഥം സിംഹമാണ്. ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസുക്കി ബാബറി. ദെൻ ഹുമയൂണിൻ്റെ ജന്മം 1508 മുതൽ 1556 മരണം വരുന്നത്. നസീർ അൽ ദിൻ മുഹമ്മദാണ് ഹുമയൂണിൻ്റെ യഥാർത്ഥ നാമം. നാസിർ അൽ ദിൻ മുഹമ്മദാണ് ഹുമയൂണിൻ്റെ യഥാർത്ഥ നാമം. ഹുമയൂൺ എന്നതിൻ്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. അക്ബർ 1542 ജനിച്ച് 1605 മരണം. അക്ബറിൻ്റെ യഥാർത്ഥ നാമം അബ്ദുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. അക്ബർ എന്നതിൻ്റെ അർത്ഥം വരുന്നത് മഹാൻ എന്നാണ്. അപ്പോൾ അക്ബർ 1542 ജനിച്ച് 1605 മരണം. അബ്ദുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ് യഥാർത്ഥ നാമം. അക്ബർ എന്നതിൻ്റെ അർത്ഥം മഹാൻ. ദെൻ ജഹാംഗീർ 1569 മുതൽ 1627 വരെയാണ് ജഹാംഗീറിൻ്റെ കാലഘട്ടം.
നൂറുദ്ദീൻ സലീം ജഹാംഗീർ എന്നാണ് യഥാർത്ഥ പേര്. ജഹാംഗീർ എന്നതിൻ്റെ അർത്ഥം ലോക ജേതാവ് എന്നാണ്. ജഹാംഗീറിൻ്റെ ആത്മകഥയാണ് തുസുക്കി ജഹാംഗീരി. ജഹാംഗീർ 1569 ജനനവും 1627 മരണവും. നൂറുദ്ദീൻ സലീം ജഹാംഗീർ എന്നാണ് യഥാർത്ഥ നാമം. ജഹാംഗീറിൻ്റെ അർത്ഥം ലോക ജേതാവ്. ജഹാംഗീറിൻ്റെ ആത്മകഥ തുസുക്കി ജഹാംഗീരി. ദെൻ ഷാജഹാൻ. ഷാജഹാന് 1592 ജനിക്കുകയും 1666 മരണവും. മിർസ ഷഹാബ് ഉദ്ദീൻ മുഹമ്മദ് ഗൂം എന്നാണ് ഷാജഹാൻ്റെ യഥാർത്ഥ പേര്. ഷാജഹാൻ്റെ അർത്ഥം വരുന്നത് ലോകത്തിൻ്റെ രാജാവ് എന്നാണ്. ഷാജഹാൻ ഒരുപാട് നിർമ്മിതികൾ നടത്തിയിട്ടുള്ള ആളാണ്. പ്രധാന നിർമ്മിതികളാണ് താജ്മഹൽ, ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ ഒക്കെ ഷാജഹാൻ്റെ പ്രധാന നിർമ്മിതികളാണ്. അപ്പോൾ ഷാജഹാൻ 1592 മുതൽ 1666 വരെയാണ്. മിർസ ഷഹാബ് ഉദ്ദീൻ മുഹമ്മദ് ഖൂം എന്നാണ് യഥാർത്ഥ പേര്. ഷാജഹാൻ്റെ അർത്ഥം വരുന്നത് ലോകത്തിൻ്റെ രാജാവ് എന്നാണ്. മുഗൾ ഭരണത്തിൽ ഒരുപാട് നിർമ്മിതികൾ നടത്തിയിട്ടുള്ള ആൾ ഷാജഹാനാണ്. ഷാജഹാൻ്റെ പ്രധാന നിർമ്മിതികളാണ് താജ്മഹൽ, ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ. ദെൻ ഔറംഗസേബ്. 1618 തൊട്ട് 1777 വരെയാണ് ഔറംഗസേബ്. മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലംഗീർ എന്നാണ് യഥാർത്ഥ നാമം. മുഗൾ ഭരണത്തിൻ്റെ വിസ്തൃതി കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുള്ള ചക്രവർത്തിയാണ് ഔറംഗസേബ്. അപ്പോൾ 1618 ജനനം, 1707 മരണം. മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലംഗീർ എന്നാണ് യഥാർത്ഥ നാമം. വിസ്തൃതി കൂടുതൽ വ്യാപിപ്പിച്ചതാരാണ്? ഔറംഗസേബാണ്. ദെൻ നൂർജഹാൻ. നൂർജഹാനും മുഗൾ ഭരണകാലത്ത് വന്നിട്ടുള്ള പ്രധാന ചക്രവർത്തിയായിരുന്നു നൂർജഹാൻ. 1577 ജനനവും 1645 മരണം വരുന്നത്. ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യയായിരുന്നു നൂർജഹാൻ. മെഹൻ ഇൻ ഇസ എന്നാണ് യഥാർത്ഥ പേര്. നൂർജഹാൻ എന്നതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പ്രകാശം എന്നാണ്. അപ്പോൾ നൂർജഹാൻ 1577 ജനനവും 1645 മരണവും. ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യയായിരുന്നു നൂർജഹാൻ. മെഹൻ ഇൻ നിസ എന്നാണ് യഥാർത്ഥ പേര്. നൂർജഹാൻ എന്നതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പ്രകാശം എന്നാണ്. ദെൻ മധ്യകാല ഇന്ത്യ എന്ന ബുക്ക് എഴുതിയതാരാണ്? സതീഷ് ചന്ദ്ര. മിലിറ്ററി സിസ്റ്റം ഓഫ് മുഗൾസ് എന്നെഴുതിയത് BN മജുംദാറാണ്. അപ്പോൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പ്രധാന കൃതികളാണ് മധ്യകാല ഇന്ത്യ എഴുതിയിട്ടുള്ള ആൾ സതീഷ് ചന്ദ്ര. മിലിറ്ററി സിസ്റ്റം ഓഫ് മുഗൾസിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് മിലിറ്ററി സിസ്റ്റം ഓഫ് മുഗൾസ് BN മജുംദാർ. മുഗൾ ഭരണം വ്യാപിച്ചിരുന്ന രാജ്യങ്ങൾ. മുഗൾ ഭരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഭരണമല്ല. അന്നത്തെ ഇന്ത്യയാണ് ഇന്ന് ഒരുപാട് രാജ്യങ്ങളിലാണ് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നത്. പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ 4 രാജ്യങ്ങളിലും വ്യാപിച്ചിരുന്ന ഭരണമാണ് മുഗൾ ഭരണം. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. മുഗൾ ഭരണം ഇവിടെ സ്ഥാപിക്കുന്നത് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ് മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. 1526 ഹരിയാനയിലെ പാനിപ്പത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ് പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത് ലോധി വംശജനായിരുന്നു. ബാബർ എന്ന് പറയുന്നത് കാബൂളിലെ രാജാവായിരുന്നു. ഇവർ തമ്മിൽ ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലുള്ള യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. 1526 ഹരിയാനയിലെ പാനിപ്പത്തിലാണ് നടക്കുന്നത്. ഈ യുദ്ധത്തിൽ ബാബർ വിജയിക്കുകയും ബാബർ മുഗൾ ഭരണം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 പാനിപ്പത്ത് ഹരിയാനയിൽ ഇബ്രാഹിം ലോധിയും ബാബറുമായിരുന്നു. ഇബ്രാഹിം ലോധി പറയുന്നത് ലോധി വംശജനാണ്. ബാബർ അന്ന് കാബൂളിലെ രാജാവായിരുന്നു. ദെൻ മുഗൾ ഭരണം സ്ഥാപിച്ചു. മുഗൾ ഭരണത്തിലെ മഹാനായ ചക്രവർത്തി എന്നറിയപ്പെടുന്ന അക്ബറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അക്ബർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചക്രവർത്തിയാണ് അക്ബർ. 1575 ഫത്തേപൂർ സിക്രി പണി കഴിപ്പിച്ചത് അക്ബറാണ്. 1575 അക്ബറിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഫത്തേപൂർ സിക്രി ആയിരുന്നു തലസ്ഥാനം. ഫത്തേപൂർ സിക്രിയെ ഇബാദത്ത് ഖാന എന്നും പറയും.
അപ്പോൾ 1575 ഫത്തേപൂർ സിക്രി അല്ലെങ്കിൽ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചതാരാണ്? അക്ബറാണ്. അക്ബർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മതം അല്ലെങ്കിൽ ദർശനമാണ് ദിൻ ഇലാഹി. അക്ബർ കൊണ്ടുവന്നിട്ടുള്ള ദർശനമാണ് ദിൻ ഇലാഹി. ഇതിൻ്റെ കാതൽ എന്നറിയുന്നത് സുൽ ഇ കുൽ, അതായത് എല്ലാവർക്കും സമാധാനം എന്നതാണ് ഈ ദർശനം കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ജസിയ നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി എന്ന് ചോദിച്ചാൽ അക്ബറാണ്. എന്താണ് ജസിയ? അന്ന് മുസ്ലിങ്ങൾക്ക് സക്കാത്ത് എന്ന നികുതി ഉണ്ടായിരുന്നു. അതുപോലെ ആ മുസ്ലിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള നികുതിയായിരുന്നു ജസിയ. ഇത് നിർത്തലാക്കിയതാരാണ്? അക്ബറാണ്. അക്ബറിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പ്രധാന സദസ്യരാണ് രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ. അപ്പോൾ അക്ബർ മഹാനായ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ആളാണ് അക്ബർ. 1575 ഫത്തേപൂർ സിക്രി, അക്ബറിൻ്റെ തലസ്ഥാനമായിരുന്ന ഫത്തേപൂർ സിക്രി അല്ലെങ്കിൽ ഇബാദത്ത് ഖാന പണികഴിപ്പിക്കുന്നതാരാണ്? അക്ബറാണ്. അക്ബർ കൊണ്ടുവന്നിട്ടുള്ള ദർശനമാണ് ദിൻ ഇലാഹി. ഇതിൻ്റെ കാതൽ എന്ന് പറയുന്നത് സുൽ ഇ കുല്ല് അല്ലെങ്കിൽ എല്ലാവർക്കും സമാധാനം എന്നതുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ജസിയ നിർത്തലാക്കിയ ചക്രവർത്തി അക്ബറാണ്. അക്ബറിൻ്റെ പ്രധാന സദസ്യരായിരുന്നു രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ. ദെൻ മുഗൾ സൈന്യം. മുഗൾ ഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു മുഗൾ സൈന്യം. ഇവിടെ നമ്മൾ പറഞ്ഞു BN മജുംദാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, മിലിറ്ററി സിസ്റ്റം ഓഫ് മുഗൾസ്. BN മജുംദാർ എഴുതിയിട്ടുള്ളതാണ്. മുഗൾ ഭരണത്തിലെ സൈനിക വ്യവസ്ഥ വളരെ നല്ല രീതിക്ക് മുഗൾ സൈന്യത്തിൻ്റെ അറിയപ്പെട്ടിരുന്നത് മൻസബ്ദാരി എന്നാണ്. മൻസബ്ദാരി സിസ്റ്റം, മൻസബ്ദാരി വ്യവസ്ഥയാണ് മുഗൾ സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. മൻസബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുതിരപ്പടയാളികളുടെ എണ്ണമാണ്. അപ്പോൾ മുഗൾ ഭരണത്തിൽ ഓരോ പ്രദേശങ്ങളും ഓരോ വ്യക്തികൾക്കാണ് ഓരോ പ്രദേശങ്ങളുടെയും ചാർജ് ഉണ്ടായിരുന്നത്. ഇവർ കൃത്യമായിട്ട് ഇത്ര എണ്ണം സൈനികർ അതുപോലെ കുതിരപ്പടയാളികളെയൊക്കെ അവർ കൊണ്ട് നടക്കും. ഈ പ്രദേശത്തെ നികുതി പിരിച്ചു കണ്ട് ഇവർ ഓരോ പ്രദേശത്തെയും സൈന്യത്തെ നിലനിർത്തും. ഈ ഒരു സമ്പ്രദായത്തെയാണ് മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ മൻസബ് എന്ന പേര് ഇവർക്ക് വരുന്നത് ഇവരിൽ അടുത്തുണ്ടാവുന്ന കുതിരപ്പടയാളികളുടെ എണ്ണത്തിനനുസരിച്ചാണ്. സത്, സവാർ എന്നീ 2 വിഭാഗങ്ങളും ഉണ്ടായിരുന്നു സൈന്യത്തിൽ. സത്ത് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിയുടെ സ്ഥാനം, വേതനമൊക്കെ കണക്കാക്കുന്നതാണ് സത്ത് എന്ന് പറയുന്നത്. സവാർ എന്ന് പറയുന്നത് വ്യക്തികൾ നിലനിർത്തേണ്ട കുതിരകളുടെ എണ്ണം കണക്കാക്കുന്നു. അപ്പോൾ ഒരു പ്രദേശത്തിലെ മൻസബ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു കൃത്യമായിട്ട് എണ്ണം കുതിരകളെ ഒക്കെ നിലനിർത്തേണ്ടതുണ്ട്. അതാണ് സവാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ വ്യക്തിയുടെ സ്ഥാനം, വേതനമൊക്കെ കണക്കാക്കുന്നത് സത്ത് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നു. അപ്പോൾ മുഗൾ സൈന്യം പറയുന്നതാണ് സൈനിക സമ്പ്രദായത്തെ മൻസബ്ദാരി സമ്പ്രദായം എന്നാണ് പറയുന്നത്. മൻസബ് എന്നത് പറയുന്നത് കുതിരപ്പടയാളികളുടെ എണ്ണമാണ്. സത്, സവാർ എന്നീ 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. സത് സവാർ പാഠപുസ്തകത്തിലുള്ള ഹാൻഡ് ബുക്കിൽ വരുന്ന ഒരു ടേമാണ് സത് സവാർ. സത്ത് എന്ന് പറയുന്നത് വ്യക്തികളുടെ സ്ഥാനം, വേതനമൊക്കെ കണക്കാക്കുന്നു. സവാർ എന്ന് പറയുന്നത് വ്യക്തികൾ നിലനിർത്തേണ്ട കുതിരകളുടെ എണ്ണം കണക്കാക്കുന്നു. അപ്പോൾ ഈ ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ദെൻ മുഗൾ ഭരണരീതി. മുഗൾ ഭരണരീതിയിൽ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ 4 തിരിക്കുന്നുണ്ട്. അപ്പോൾ മുഗൾ രാജ്യത്തെ ആദ്യം സുബകളായിട്ട് തിരിക്കുന്നു. ഈ സുബകൾ എന്ന് പറയുന്നത് ഒരുപാട് സർക്കാരുകൾ കൂടിയതായിരിക്കും. സുബയെ ഒരുപാട് പ്രദേശങ്ങളായി തിരിച്ച് സർക്കാരുകളായിട്ട് തിരിക്കും. ഈ സർക്കാരുകളെ പർഗാനകളായിട്ട് തിരിക്കുന്നുണ്ട്. ഒരു പർഗാനകളെ ദെൻ ഗ്രാമങ്ങളായിട്ട് തിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഗ്രാമങ്ങൾ കൂടിയിട്ട് പർഗാന രൂപപ്പെടുന്നു. പർഗാനകൾ കൂടിയിട്ട് സർക്കാർ രൂപപ്പെടുന്നു. സർക്കാരുകൾ കൂടിയിട്ട് സുബ രൂപപ്പെടുന്നു. ഈ എല്ലാ സുബകളെ കൂട്ടിയിട്ടുമാണ് മുഗൾ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ മുഗൾ ഭരണ രീതിയിൽ ഇന്ന് നമ്മൾ പഞ്ചായത്ത്, ബ്ലോക്ക്, ഡിസ്ട്രിക്റ്റ് എന്നീ രീതിക്ക്, അതുപോലെ സ്റ്റേറ്റ്, ദെൻ ഒരു ഇന്ത്യൻ സർക്കാർ. അപ്പോൾ ഈ ഒരു രീതിക്ക് നടത്തുന്ന ഭരണ രീതിയാണ്, ഇങ്ങനെയുള്ള ഭരണരീതിയാണ് മുഗൾ ഭരണ രീതിക്ക് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഓർഡറാണ് പറയുന്നത് ഗ്രാമം, പർഗാന, സർക്കാർ, സുബ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഓർഡറും എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഭരണരീതി കൊണ്ടുവന്നതാരാണ്? അക്ബർ ചക്രവർത്തിയാണ്. മുഗൾ ഭരണത്തെ ഗ്രാമം, പർഗാന, സർക്കാർ, സുബ എന്നീ ഘട്ടങ്ങളാക്കി തിരിച്ചതാരാണ്? അക്ബറാണ്. അന്ന് നീതി നിർവഹണം നടത്താൻ, അതായത് രാജ്യത്ത് നീതി നിർവഹണം നടത്താൻ പ്രത്യേക കോടതികളായിട്ട് കോടതി വ്യവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ പ്രദേശത്ത് ഗാസിമാർ ആയിട്ട് ഓരോരുത്തരുണ്ടാവും. അവരാണ് നിയമങ്ങൾ പറയുന്നതും പ്രദേശത്തുണ്ടാവുന്ന
പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതും ഈ ഗാസിമാരായിരുന്നു. അപ്പോൾ നീതി നിർവഹണം നടത്തുന്നത് പ്രധാനമായിട്ടും ഗാസിമാരാണ്. ഗാസിമാരുടെ നിന്ന് നീതി ലഭിച്ചില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, രാജാവിൻ്റെ അടുത്തേക്ക് പോവാൻ അനുവാദം ഉണ്ടായിരുന്നു. ദെൻ അബുൽ ഫസൽ. മുഗൾ ഭരണകാലത്തെ പ്രധാന ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അബുൽ ഫസലിൻ്റെ പ്രധാന കൃതികളാണ് ഐൻ ഇ അക്ബരി, അക്ബർ നാമ. അക്ബറിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അബുൽ ഫസൽ. ഐൻ ഇ അക്ബറി, അക്ബർ നാമയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. മുഗൾ ഭരണകാലത്തെ പ്രധാന ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. ദെൻ മുഗൾ ഭരണകാലത്തുണ്ടായിരുന്ന പ്രധാന നഗരങ്ങളും അത് ഇന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളുമാണ് പറയുന്നത്. ധാക്ക, അന്നത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, ലാഹോർ, സൂററ്റ്, ആഗ്ര. ധാക്ക ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് ഇന്ത്യയിലാണ്. ലാഹോർ പാകിസ്ഥാനിലാണ്. സൂററ്റ്, ആഗ്രയൊക്കെ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ നമ്മുടെ കറൻസി നോട്ടുകൾ, ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ നമ്മൾ ഒരുപാട് നിർമ്മാണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇത് പാഠം തുടങ്ങുമ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് വരുന്നൊരു ഭാഗമായിരുന്നു. നമ്മൾ ചെങ്കോട്ടയൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഒരുപാട് നിർമ്മാണ രീതി ഒക്കെയാണ് നമ്മുടെ ഓരോ കറൻസി നോട്ടുകളിലും വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഹാൻഡ് ബുക്കിൽ ഇതിൻ്റെ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്നാൽ 1 രൂപ അച്ചടിക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇത് മുൻപ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്നാൽ 1 രൂപ അച്ചടിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഇത് ചെയ്യുന്നത്. ഇനി ഓരോ കറൻസിയിലും അതിൽ വരുന്ന പൈതൃക കേന്ദ്രങ്ങൾ ഏതാണെന്നും ഈ പൈതൃക കേന്ദ്രങ്ങൾ വരുന്ന സംസ്ഥാനങ്ങൾ ഏതെന്നാണ് ഈ ടേബിൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കറൻസി നമുക്ക് എടുത്തു നോക്കിയാൽ അതിൽ നമ്മുടെ രാജ്യത്തെ പൈതൃക കേന്ദ്രങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ 10 രൂപ കറൻസിയിൽ വരുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒറീസയിലാണ്. 20 രൂപ കറൻസിയിൽ വരുന്നത് എല്ലോറ ഗുഹകളാണ്. മഹാരാഷ്ട്രയിലാണ് എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. 50 രൂപ നോട്ടിൽ ഹംപിയാണ് വരുന്നത്. ഹംപി എവിടെയാണ്? കർണാടകയിലാണ്. 100 രൂപ നോട്ടിൽ വരുന്നത് റാണി കി വാവാണ്. റാണി കി വാവ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 200 രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപം വരുന്നുണ്ട്. മധ്യപ്രദേശിലാണ് സാഞ്ചി സ്തൂപം വരുന്നത്. 500 രൂപ നോട്ടിൽ ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അപ്പം 10 രൂപയിൽ വരുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒറീസ. 20 രൂപയിൽ എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്ര. 50 രൂപയിൽ ഹംപി കർണാടക. 100 രൂപയിൽ റാണി കി വാവ് ഗുജറാത്ത്. 200 രൂപയിൽ സാഞ്ചി സ്തൂപം മധ്യപ്രദേശ്. 500 രൂപയിൽ ചെങ്കോട്ട ഡൽഹി. ദെൻ ഇത്രയാണ് മുഗൾ ഭരണത്തിൽ പഠിക്കാനുള്ളത്. നമ്മൾ മുഗൾ ഭരണത്തിൽ പഠിച്ചത് മുഗൾ ഭരണകാലത്ത് പ്രധാന നിർമ്മിതികൾ പഠിച്ചു. ദെൻ മുഗൾ ഭരണം സ്ഥാപിക്കുന്നത് ബാബറാണ്. ബാബറിന് ശേഷം വന്നുള്ള ചക്രവർത്തിമാരും അവരുടെ കാലഘട്ടങ്ങളും ഡിസ്കസ് ചെയ്തു. ദെൻ ഓരോ ചക്രവർത്തിമാരെ കുറിച്ചും അവരുടെ യഥാർത്ഥ പേര്, അവരുടെ അറിയപ്പെടുന്ന പേര്, അതിൻ്റെ അർത്ഥം, അവരുടെ കാലഘട്ടം ഒക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ മുഗൾ ഭരണകാലത്ത് വ്യാപിച്ചിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ് മുഗൾ ഭരണം വരുന്നത്. യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. ദെൻ അക്ബറിനെ കുറിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ മുഗൾ സൈന്യം മൻസബ്ദാരി സിസ്റ്റം ഡിസ്കസ് ചെയ്തു. മുഗൾ ഭരണ രീതി എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ അബുൽ ഫസലിനെ കുറിച്ചും പ്രധാന നഗരങ്ങളും ഇന്നത്തെ രാജ്യങ്ങളും ഡിസ്കസ് ചെയ്തു. ദെൻ കറൻസി നോട്ടുകളാണ് പറയുന്നത്. കറൻസി നോട്ടിൽ വന്നിട്ടുള്ള പൈതൃക കേന്ദ്രങ്ങളും അവയിലെ സംസ്ഥാനങ്ങളും ഡിസ്കസ് ചെയ്തു. ദെൻ സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള പ്രധാന ഭരണമായിരുന്നു വിജയനഗര. മുഗൾ ഭരണം കഴിഞ്ഞ് അടുത്തത് വിജയനഗര ഭരണം. ഉത്തരേന്ത്യയിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ ഭാഗങ്ങളിൽ മുഗൾ ഭരണം നിലനിന്നിരുന്നപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭരണമാണ് വിജയനഗര ഭരണം. വിജയനഗരം ഇന്ന് കർണാടകയിൽ ഹംപി എന്ന സ്ഥലങ്ങളിലൊക്കെയാണ് വിജയനഗരം വ്യാപിച്ചിരുന്നത്. വിജയനഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതാരാണ്? കേണൽ മക്കൻസിയാണ്. 1800 ഇദ്ദേഹം വിജയനഗരം കണ്ടെത്തുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് കേണൽ മക്കൻസി. അപ്പോൾ 1800 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ മക്കൻസിയാണ് വിജയനഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. വിജയനഗരം നശിപ്പിക്കപ്പെട്ടതെന്നാണ്? 1565.
1836 വിജയനഗരം സ്ഥാപിക്കുന്നത്. 1336 സ്ഥാപിച്ച് 1565 ഇത് നശിപ്പിക്കപ്പെട്ടത്. ദെൻ 1800 കേണൽ മക്കൻസി ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വിജയനഗരം വ്യാപിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു, ദക്ഷിണേന്ത്യയിലാണ് വിജയനഗരം സാമ്രാജ്യം ഉണ്ടായിരുന്നത്. വിജയനഗരം വ്യാപിച്ചിരുന്ന സംസ്ഥാനങ്ങൾ നോക്കാം. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് വിജയനഗരം വ്യാപിച്ചിരുന്നത്. ദെൻ വിജയനഗരത്തിലെ പ്രധാന രാജാക്കന്മാരാണ്. ഈ വിജയനഗര സാമ്രാജ്യത്തിൽ ഒരുപാട് രാജവംശങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും സംഗമ വംശം, സാലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ള ടേബിളാണ് തന്നിട്ടുള്ളത്. ടെക്സ്റ്റിലാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിജയനഗര രാജാക്കന്മാരാരൊക്കെയാണ്? ഓരോ രാജവംശങ്ങൾ പ്രധാനമായിട്ടും 4 രാജവംശങ്ങളാണ് വന്നിട്ടുള്ളത്. ആ രാജവംശങ്ങളിൽ ഒരുപാട് രാജാക്കന്മാർ ഭരണം നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തത് സംഗമ വംശം. സംഗമ വംശത്തിലെ പ്രധാന രാജാക്കന്മാരായിരുന്നു ഹരിഹരനും ബുക്കനും. ആദ്യം വന്നിട്ടുള്ള വംശമാണ് സംഗമ വംശം. ഈ ഹരിഹരനും ബുക്കനുമാണ് വിജയനഗരം സ്ഥാപിക്കുന്നത്. അപ്പോൾ വിജയനഗരത്തിൻ്റെ സ്ഥാപകരും അല്ലെങ്കിൽ സംഗമ വംശത്തിൻ്റെ സ്ഥാപകരും ആരാണ്? ഹരിഹരനും ബുക്കനുമാണ്. ഏറ്റവും കൂടുതൽ കാലം വിജയനഗരം ഭരിച്ചതാരാണ്? സംഗമ വംശമാണ്. ദെൻ സാലുവ വംശം. സാലുവ വംശത്തിലെ പ്രധാന രാജാവായിരുന്നു നരസിംഹ സാലുവ. നരസിംഹ സാലുവയാണ് സാലുവ വംശത്തിൻ്റെ സ്ഥാപകൻ. ഏറ്റവും കുറച്ചുകാലം ഭരണം നടത്തിയ രാജവംശമാണ് നരസിംഹ സാലുവ. ദെൻ അടുത്ത വംശമാണ് തുളുവ വംശം. തുളുവ വംശത്തിൽ വീര നരസിംഹനും കൃഷ്ണദേവരായരുമാണ് പ്രധാന രാജാക്കന്മാർ. വീര നരസിംഹനാണ് തുളുവ വംശത്തിൻ്റെ സ്ഥാപകൻ. കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാവായിരുന്നു കൃഷ്ണദേവരായർ. വളരെ പ്രശസ്തനായ വിജയനഗരത്തിലെ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ഇദ്ദേഹം തുളുവ വംശത്തിലെ രാജാവാണ്. അഭിനവ ഭോജൻ, ആന്ധ്രാഭോജൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നതാരാണ്? കൃഷ്ണദേവരായരാണ്. അഭിനവ ഭോജൻ, ആന്ധ്രാഭോജൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായരാണ്. ദെൻ ലാസ്റ്റ് വംശമാണ് അരവിഡു വംശം. അരവിഡു വംശത്തിലെ പ്രധാന രാജാക്കന്മാരാണ് തിരുമലയും വെങ്കട്ടവണ്ണും. തിരുമലയാണ് അരവിഡു വംശത്തിൻ്റെ സ്ഥാപകന്. വെങ്കട്ടവണ്ണ് പ്രശസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അരവിഡു വംശത്തിൽ വന്നിട്ടുള്ള പ്രശസ്തനായ ഒരു ഭരണാധികാരിയാണ് വെങ്കട്ടവൺ. ഇവർ കൂടാതെ മറ്റു രാജാക്കന്മാരുണ്ട്. പ്രധാനപ്പെട്ടവരെയാണ് ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ രാജവംശങ്ങൾ സംഗമ വംശം, സാലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. സംഗമ വംശത്തിൽ ഹരിഹരനും ബുക്കനും, സാലുവ വംശത്തിൽ നരസിംഹ സാലുവ, തുളുവ വംശത്തിൽ വീര നരസിംഹൻ, കൃഷ്ണദേവരായർ, അരവിഡു വംശത്തിൽ തിരുമലയും വെങ്കട്ടവണ്ണും. 1336 ഹരിഹരനും ബുക്കനുമാണ് വിജയനഗരം സ്ഥാപിക്കുന്നത്. 1330 വിജയനഗരം സ്ഥാപിച്ചത്. ഹരിഹരനും ബുക്കനുമാണ് സ്ഥാപിച്ചത്. 1565 വിജയനഗരം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്ത ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. 1509 മുതൽ 1529 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലാവധി വരുന്നത്. 1509 തൊട്ട് 1529 വരെ കൃഷ്ണദേവരായർ. ഇദ്ദേഹം ആന്ധ്രാഭോജൻ എന്നും അഭിനവ ഭോജൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കൃഷ്ണദേവരായരുടെ പ്രധാന കൃതികളാണ് അമുക്തമാല്യത, ജാമ്പവതി കല്യാണം. കൃഷ്ണദേവരായരുടെ പ്രധാന കൃതികളാണ് അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവും. ദെൻ കൃഷ്ണദേവരായരുടെ പ്രധാന സദസ്യരായിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്നവർ. അഷ്ടദിഗ്ഗജങ്ങൾ ആരുടെ സദസ്യരാണ്? കൃഷ്ണദേവരായരുടെ സദസ്യരാണ്. ഇദ്ദേഹം രാജ്യത്തെ ഭരണരീതി, നമ്മൾ മുഗൾ സാമ്രാജ്യം പഠിച്ചപ്പോൾ പറഞ്ഞു, ഗ്രാമം, പർഗന, സർക്കാർ, സുബ എന്നിങ്ങനെ രാജ്യത്തെ തിരിച്ചിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. ഭരണത്തിൻ്റെ സൗകര്യാർത്ഥം ഇങ്ങനെ തിരിച്ചിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ വിജയനഗരത്തിലോട്ട് വരുമ്പോൾ രാജ്യത്തെ മണ്ഡലങ്ങളായിട്ടും മണ്ഡലങ്ങളെ നാടായിട്ടും നാടിനെ സ്ഥലങ്ങളായിട്ടും വിഭജിച്ചിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ കൃഷ്ണദേവരായരാണ് പ്രധാന ഭരണാധികാരി. ആന്ധ്രാഭോജൻ എന്നും അഭിനവ ഭോജൻ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവും. ഇദ്ദേഹത്തിൻ്റെ കൃഷ്ണദേവരായരുടെ സദസ്യരായിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ. ദെൻ രാജ്യത്തെ മണ്ഡലങ്ങളായിട്ട് മണ്ഡലങ്ങളെ നാടുകളായിട്ട് നാടുകളെ സ്ഥലങ്ങളായിട്ട് വിജയനഗര രാജ്യത്തെ വിഭജിച്ചിരുന്നു. ദെൻ അമരനായക സംവിധാനം.
നമ്മൾ മുഗൾ ഭരണം പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ സൈനിക സമ്പ്രദായം എന്ന് പറയുന്നത് മൻസബ്ദാരി സമ്പ്രദായമായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ വിജയനഗരത്തോട് വരുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു സൈനിക സംവിധാനമാണ് അമരനായക സംവിധാനം. ഇതും രാജ്യത്തെ ഓരോ പ്രദേശങ്ങളായി തിരിക്കുകയും ആ ഓരോ പ്രദേശത്തിനും ഒരു ചുമതല കൊടുത്തിട്ട് ഒരു അമരനായകൻ ഉണ്ടായിരിക്കും. ഈ അമരനായകൻ ഒരു സൈന്യത്തെ അതുപോലെ കുതിരപ്പടയാളികളെയൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകും. ഇവർ ഈ പ്രദേശത്ത് നിന്ന് കരം പിരിക്കുകയും പിന്നെ ഇദ്ദേഹം രാജാവിന് ഈ അമരനായകന്മാർ രാജാവിന് കരം അടക്കുകയും ചെയ്യും. അപ്പോൾ സൈന്യത്തെ ഓരോ അമരനായകന്മാരാണ് നിലനിർത്തിയിരുന്നത്. യുദ്ധസമയത്ത് ഇവർ ഈ സൈന്യത്തെ രാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യും. ഇതാണ് അമരനായക സംവിധാനം എന്ന് പറയുന്നത്. വിജയനഗരത്തിലുണ്ടായിരുന്ന സൈനിക സംവിധാനമാണ് അമരനായക സംവിധാനം. ഈ സൈനിക മേധാവികളെ അമരനായകന്മാർ എന്നാണ് പറഞ്ഞിരുന്നത്. ദെൻ ഡൊമിഗോ പയസ് എന്ന് പറയുന്നത് വിജയനഗരം സഞ്ചരിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേരാണ് ഡൊമിഗോ പയസ് പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു. ദെൻ വിജയനഗരത്തിൽ മുഗൾ ഭരണകാലത്തുള്ള ഒരുപാട് നിർമ്മിതികളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വിജയനഗരത്തിലുണ്ടായിരുന്ന പ്രധാന നിർമ്മാണങ്ങളാണ് ഹസാര രാമക്ഷേത്രം, ഹംപിയിലുള്ള ഹസാര രാമക്ഷേത്രം. ദേവാരയ്യ രണ്ടാമനാണ് ഇത് സ്ഥാപിക്കുന്നത്. ദെൻ വിത്തളസ്വാമി ക്ഷേത്രം ഹംപിയിൽ തന്നെയാണ്, തുംഗഭദ്ര തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇവരെല്ലാം ദ്രാവിഡ ശില്പരീതിയിലാണ്. വിജയനഗരത്തിലുള്ള എല്ലാ നിർമ്മിതികളും ദ്രാവിഡ ശില്പരീതിയായിരുന്നു. നമ്മൾ മുഗൾ സാമ്രാജ്യത്തിലും പറഞ്ഞു ഏതായിരുന്നു, ഇന്തോ പേർഷ്യൻ രീതിയായിരുന്നു അവിടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതെങ്കിൽ വിജയനഗരത്തോട്ട് വരുമ്പോൾ ദ്രാവിഡ ശില്പരീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ വിരൂപാക്ഷ ക്ഷേത്രം, കൃഷ്ണദേവരായയാണ് ഇത് പൂർത്തിയാക്കുന്നത്. തുംഗഭദ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ദെൻ ലോട്ടസ് മഹലും വിജയനഗരത്തിലുണ്ടായിരുന്ന നിർമ്മിതിയാണ്. ചിത്രാംഗി മഹൽ എന്നും ലോട്ടസ് മഹൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രധാന നിർമ്മാണങ്ങൾ ഹസാര രാമക്ഷേത്രം ഹംപിയിൽ ദേവാലയ രണ്ടാമനാണ് നിർമ്മിച്ചത്. വിത്തളസ്വാമി ക്ഷേത്രം ഹംപി ദ്രാവിഡ ശില്പരീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വിരൂപാക്ഷ ക്ഷേത്രം, ദെൻ ലോട്ടസ് മഹൽ ചിത്രാംഗി മഹൽ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് മധ്യകാല ഇന്ത്യ എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. മുഗൾ ഭരണവും വിജയനഗര ഭരണവും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്